കൂട്ടുകാർക്ക് നമസ്കാരം. കസിം ഭായി ആണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ഞായറാഴ്ച ദിവസമായിരുന്നു. ഇന്ന് ഒരുപാട് പ്രതീക്ഷയോടെ എണീറ്റ ദിവസം കേട്ടോ. കാര്യം അറിയാവോ, ഇന്നെ ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി മര്യാദക്ക് വെക്കണം. പിന്നെ കുറച്ച് കാടൊക്കെ വയക്കി വൃത്തിയാക്കണം. മുറ്റൊക്കെ നിറച്ച് കാടാണ്. പിന്നെ ആ ഭാഗത്ത് കുറച്ച് പയറും നട്ടിനായിരുന്നു. അപ്പൊ അതിന് കുറച്ച് വളമൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കാന്ന് വിചാരിച്ച ദിവസം. കാരണം ഞായറാഴ്ചയല്ലേ പറ്റുള്ളൂ. എന്ത് പറയാൻ, അപ്പടീ മഴ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു രക്ഷയില്ല. കാറ്റും മഴയും. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ലോക്ക്ഡൌൺ ആയിപ്പോയി. ഞാൻ കണ്ടില്ലേ, ഭയങ്കര മഴയാട്ടോ. ഈ ഒരു മഴയെ ചില ആൾക്കാർക്ക് നല്ല കവിതകളും കഥകളൊക്കെ വരുന്ന മഴയാട്ടോ. പക്ഷേ നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്നത്. സത്യം പറഞ്ഞാൽ നാട് വിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അത്തരം ചിന്തകളൊന്നും സത്യത്തിൽ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ നാട്ടിൽ വന്ന് ഹോട്ടലൊക്കെ പണിക്ക് പോകുമ്പം അവിടെ രാവിലെ നമ്മൾ ഈ കൂലിപ്പണിക്ക് പോകുന്ന ഒരുപാട് ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് കുറച്ച് ദിവസത്തേക്ക് അവരെ കാണാണ്ടാവുമ്പോൾ അവർക്ക് പിറ്റേ ചോദിക്കുമ്പോഴേ മഴയല്ലേടാ, പണിയൊന്നും ഇല്ലെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ കെട്ടിന്റെ പണിക്ക് പോകുന്നവര്, അതുപോലെ തന്നെ ഈ തേപ്പിന്റെ പണിക്ക് പോകുന്നവര്, കല്ലിന്റെ പണിക്ക് പോകുന്ന, അങ്ങനെ സാധാരണക്കാർ കൂലിപ്പണി എടുത്ത് അന്നന്ന് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരില്ലേ, അവർക്കൊക്കെ അന്നം മുട്ടുന്ന ഒരു അവസ്ഥ കേട്ടോ. ഞാനിപ്പോ ഇന്ന് വീട്ടിലും ഉമ്മച്ചും കൂടി ഇല്ലാത്ത കുറെ ദിവസമായില്ലേ. അപ്പൊ ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ വിചാരിച്ചപ്പോഴേ ഏറ്റവും കൂടുതൽ വീട്ടിൽ കണ്ട ഒരു കാര്യമാണ് നമ്മുടെ പല്ലിക്കാഷ്ടം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റി എന്തെങ്കിലും മരുന്ന് അറിയെങ്കിലും ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ വീട് ഇങ്ങനെ ഷീറ്റ് ഇട്ടോണ്ട് ഈ ഷീറ്റിനിടയിൽ കൂടെ നല്ല സുഖമല്ലേ പല്ലികൾക്ക് താമസിക്കാണ്. പല്ലി, അതുപോലെ തന്നെ എലികളൊക്കെ വന്നിട്ട് കൂട് വെക്കും. പിന്നെ എലികളെ പിടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പാമ്പുകൾ വരും. അങ്ങനെ ഭീകരമായ അവസ്ഥ കേട്ടോ. ഇനി പുതിയതായിട്ട് വീട് വെക്കുന്ന കൂട്ടുകാരുടെ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഓല മേഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ ഷീറ്റ് ഇടരുത് കേട്ടോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ നിലത്തൊക്കെ ഇതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരും. അല്ലെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ ചൂടോട് ചൂടുമായിരിക്കും. രണ്ട് കാലാവസ്ഥയ്ക്കും ബുദ്ധിമുട്ടുള്ള സാധനം കേട്ടോ ഈ ഷീറ്റ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇതുപോലെ ഷീറ്റിട്ട വീട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷെ എന്തെങ്കിലും മാർഗം ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അതായത് അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയാ, വേറെ എന്തെങ്കിലും മാർഗം ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഒന്നും ചെയ്തില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പൂച്ചേ ഇന്ന് എന്റെ പുറകുന്നാണ് മാറുന്നില്ലേ. കാരണം കുറേ ദിവസമായിട്ട് അവൾ എന്നെ കാണുന്ന ഇന്നല്ലേ. മറ്റേ ഞാൻ രാത്രി വരുന്നുണ്ട്, അവൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ. അപ്പൊ അവളിങ്ങനെ ഓരോ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മുപ്പത്തിയാർക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പൊ ചോറൊന്നുമില്ല. ഞാൻ അവളോട് പറയായിരുന്നുണ്ട്, ഈ ചോറൊന്നുമില്ല, ഉമ്മ ഇവിടെ ഇല്ലല്ലോ എന്ന്. അവളതെല്ലാം കേട്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണേ. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇവളിങ്ങനെ തന്നെയാ, ഇങ്ങോട്ട് പോവാണ്ട് എന്റെ ചുറ്റിപ്പറ്റി ഇരിക്കും കേട്ടോ. ഇത് ആള് ചെറുതാണേലേ ഇവളൊരു ഉമ്മാമ കേട്ടോ. ഇവളെ മോളും മക്കളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് ഇവക്ക് തലമുറ. ആളെ കണ്ട ഒരു കുഞ്ഞിയാണ് കേട്ടോ. ഇവളെ പ്രത്യേകത എന്താണെന്നറിയാവോ, ഇവളെ വാല് പകുതിയുള്ളൂ. ഇവളെ വാല് പകുതി ആരോ മുറിച്ച് കളഞ്ഞാണോ മുറിഞ്ഞു പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അവന് ഒരുപാട് ബഹളം വെച്ചപ്പോഴേ ഞാനിവിടെ ഒരു ചായക്കൊണ്ടത് ക്രീം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കഷ്ണം മുറിച്ച് കൊടുത്തപ്പോഴാണ് ആളൊന്ന് അടങ്ങിയത് കേട്ടോ. പരങ്ങാണ്ടിരിക്കുകയാണേ. കാര്യം പറഞ്ഞ ഒക്കെ മനസ്സിലാവും കേട്ടോ. പാവിരിക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ ഒരുപാട് പൂച്ചകൾ വരും കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോ നിറച്ച് പൂച്ചകൾ വരും. പക്ഷെ എല്ലാത്തിനടുത്ത് നല്ല കുരുത്തക്കേടാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കട്ടെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി വെക്കും. വീടിന്റെ ഉള്ളിലോട്ട് അങ്ങനെ നമ്മൾ കയറ്റി വിടാറില്ല കേട്ടോ. ആരെ പുറത്ത് ഭക്ഷണം കൊടുക്കുള്ളേ. പക്ഷെ ഇവളെടുത്തിട്ടുണ്ടല്ലോ, ഇവള് പാവ കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് കുരുത്തക്കേടൊന്നുമില്ല. പക്ഷെ ഉമ്മ പറയും ഇവിടെ അടുത്ത് കുരുത്തക്കേടുണ്ടെന്ന്. പക്ഷെ എന്റെ അടുത്ത് ഇതേവരെ ഇവള് ഭയങ്കര സ്നേഹത്തിലെ പെരുമാറുന്നത്. ഇപ്പൊ ഇവിടെ ആരും ഇല്ലെങ്കിലും ഇവിടെ വന്നിട്ട് കുറെ നേരം എന്നെ തന്നെ നോക്കിയിരിക്കും. ഇപ്പൊ ഞാൻ വർത്താനം പറഞ്ഞൊക്കെ നോക്കിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പൂച്ചകളോടൊന്നും തന്നെയല്ല, എനിക്ക് മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പട്ടിയും പൂച്ചേനോടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും എന്റെ കൂടെ ഒരു പൂച്ചയെങ്കിലും ഉണ്ടാവും. അതിപ്പോ ഞാൻ കണ്ണൂരായിരുന്നപ്പോ ആ സമയത്തുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം. അവിടെ ഉണ്ടായിരുന്നു ഒരു പൂച്ച. അതെന്നും ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ എന്റെ അടുത്ത് വരും. പിന്നെ ഞാൻ പണിക്ക് പോകുമ്പോ എന്റെ കൂടെ പകുതി വരെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ആ മുക്ക് വരെ വന്നിട്ട് പുള്ളിക്കാരി തിരിച്ചിങ്ങ് പോരും.
അങ്ങനെ പെരയിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഉമ്മച്ചി വന്നപ്പോ നോക്കുമ്പോ ഒരു സാധനമില്ല വീട്ടിലിട്ടോ. ചായപ്പൊടി, പഞ്ചസാര, ഉള്ളി, തക്കാളി വക സാധനങ്ങളൊന്നും പെരയിലില്ല. ആകെ ഉണ്ടായിരുന്ന കുറച്ച് തക്കാളിയൊക്കെ എടുത്തിട്ട് സബോള എടുത്ത് ഞാൻ കറി വെച്ച് കഴിച്ചു കേട്ടോ. ഉമ്മ വന്നപ്പോഴേ ഞാൻ കടയിലോട്ട് പോവാണ്. നോക്കും നല്ല പൊരിഞ്ഞ മഴയാണേ, ഒരു രക്ഷയില്ല. മഴ തോർന്നിട്ട് പോകാന്ന് വെച്ചിട്ട് കാര്യമില്ല, കാരണം മഴയൊന്നും തോരുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ സഞ്ചി കൂടും കൊടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. ഭയങ്കര വിഷമമായി പോയേ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ മൂസക്കായിൻ്റെ കട. അങ്ങോട്ടാട്ടോ പോണത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മൂസക്കായിൻ്റെ കട. എല്ലാവിധ സാധനങ്ങളും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാലേ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അരിയും പഞ്ചസാരയും ചായപ്പൊടിയും സോപ്പ് പൊടിയും സോപ്പും ചീപ്പും പിന്നെ മുട്ടയും പാലും എല്ലാം കിട്ടും കേട്ടോ ഇവിടെ. ഞങ്ങളുടെ ഈ അയലോക്കക്കാർക്കൊക്കെ ഒന്ന് ഓടിച്ചെന്ന് മേടിക്കാൻ പറ്റിയ ഒരു കടയാട്ടത്. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുതിയങ്ങാടി ടൗണായി. അവിടെ ഒന്ന് രണ്ട് കടകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കീഴ്പള്ളിക്ക് പോകണം കേട്ടോ. കീഴ്പള്ളി പോയി കഴിഞ്ഞാൽ എല്ലാവിധ സാധനങ്ങളും കിട്ടുവേ. പിന്നെ നമുക്കൊക്കെ അത്യാവശ്യത്തേക്ക് പഞ്ചസാരയും ചായപ്പൊടിയോ അല്ലെങ്കിൽ വക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി മേടിക്കാൻ പറ്റി നമ്മുടെ തൊട്ടടുത്തുള്ള കട കേട്ടോ. എനിക്കിത് മാത്രമല്ല, നമ്മുടെ ഈ പരിസരവാസികൾക്കൊക്കെ ഒരുപാട് ഉപയോഗപ്രദമായ കട കേട്ടോ. ഇവിടെ കുറേ മുട്ടായി ഉള്ളതുകൊണ്ട് കുറേ കുട്ടികളും ഉണ്ട്, മുട്ടായികൾ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ തേൻമുട്ടായി ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അങ്ങനെ കടയിൽ പോയി കൊണ്ടിതാ ഇത്രയും സാധനം മേടിച്ചിട്ടേക്കും മക്കളെ 500 റുപ്യായി കേട്ടോ. അതിനകത്ത് ഇപ്പം ആകെ ഇപ്പം തിന്നാനായിട്ട് മേടിച്ചത് ചിപ്സാണ്. ബാക്കി മുളക് പൊടി, സബോള, കുറച്ച് പഴവും മേടിച്ചു, സോപ്പ് പൊടി മേടിച്ചു, എക്സോ സോപ്പും ഒക്കെ മേടിച്ചു. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഉമ്മ ചോറൊക്കെ ഉണ്ടാക്കിട്ടോ. റേഷനരിയും കൊണ്ടാട്ടോ ചോറ് വെക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് ചോറ് വെന്തു. അപ്പം ഉമ്മ എന്നോട് ചോദിക്കുക, അത് വേവ് കൂടിപ്പോയാൽ നീ ഒന്നും കൂടി നോക്കിക്കാണീന്ന്. അപ്പം ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം അപ്പം ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വേവേ വേണ്ടുള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് വെന്ത ചോറ് ഇഷ്ടമല്ല കേട്ടോ. ഉമ്മാക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ പ്രത്യേകിച്ച് കറിക്ക് സാധനങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മഴ പുറത്തിങ്ങനെ തിമിർത്ത് പെയ്യുമ്പോഴേ ഏറ്റവും വൈബുള്ള സാധനം തന്നെ നമ്മളെ കൂട്ടാന് ഒന്നിതാ നമ്മുടെ മുള്ളൻ മീനാട്ടോ. കാരണം ഈ മഴയത്തെ മുള്ളനും വറുത്തതും കൂട്ടിയിട്ട് കഞ്ഞി കുടിച്ചാൽ തന്നെ പള്ള നിറയും, വേറെ ഒന്നും വേണ്ടല്ലോ. പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, മുള്ളൻ വറുത്തതും തേങ്ങാ ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നിപ്പം നമുക്കുള്ളത് മുള്ളൻ വറുത്തതും അതുപോലെ തന്നെ ചക്കക്കുരു കറിയാട്ടോ. ഈ 2 സാധനമാണ് ഇന്നിപ്പോൾ ഉള്ളത്. അപ്പോൾ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അങ്ങോട്ട് അമർത്തി പോകാൻ മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.